നമസ്കാരം. ദൈവിക പുഷ്പമാണ് ശംഖുപുഷ്പം. അതിനാൽ വളരെയധികം പ്രാധാന്യം ശംഖുപുഷ്പത്തിനുണ്ട്. ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ശംഖുപുഷ്പമാണ്. ആദ്യത്തേത് നീല ശംഖുപുഷ്പവും രണ്ടാമത്തേത് വെളുത്ത ശംഖുപുഷ്പവുമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രത്യേകമായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും 2 ശംഖുപുഷ്പങ്ങളിൽ ഒരു ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നല്ല വ്യക്തികളാണ് നിങ്ങൾ. പൊതുവെ നല്ല വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഇത് പലരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ബുദ്ധിവൈഭവം ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ബുദ്ധിവൈഭവത്താൽ പല കാര്യങ്ങളും നേടുകയും വിജയിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീർന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരാൽ അധികം പറ്റിക്കുവാൻ സാധ്യത കുറവുള്ള വ്യക്തികളാണ് നിങ്ങൾ. താരതമ്യേന കുറവുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. അതിനാൽ എളുപ്പം മറ്റുള്ളവർക്ക് പറ്റിക്കുവാൻ സാധിക്കണം എന്നില്ല. അത് എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ തുടരേണ്ടതായ കാര്യമാകുന്നു. അധികമായി പലപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. പലപ്പോഴും അത്തരത്തിൽ വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ എപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. ചില അവസരങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സത് വേണ്ട എന്ന് പറയും. ചില അവസരങ്ങളിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അത് നിങ്ങൾക്ക് നഷ്ടത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് അനുകൂലമല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത ചില കാര്യങ്ങളിൽ ഇടപെടുകയും അത് നിങ്ങൾക്ക് ദോഷം വരുന്നതിന് കാരണമായി തീരും. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമായി ഭവിക്കുകയും ചെയ്യും. കാരണം ശത്രുക്കൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കൂടെയുള്ളവർ പോലും ശത്രുക്കളായി മാറി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പലതും വളച്ചൊടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പങ്കാളി ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും ലഭിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലൊരു സൗഭാഗ്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. അതായത് പങ്കാളിയെ എപ്പോഴും സന്തോഷത്തിൽ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവരിൽ നിന്നും തിരികെ ലഭിക്കണം എന്നില്ല. അത് പലപ്പോഴും തർക്കങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും തുലോം അല്പം കുറവാണ് എന്ന കാര്യം ഓർക്കുക. ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ബിസിനസ് പരമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം, വിദ്യയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ നിങ്ങളുടെ ചെറുകിട ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ആത്മീയപരമായ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും.
പല തടസ്സങ്ങളെയും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പണം വരുന്നത് പോലെ തന്നെ ചെലവായി പോകുന്നു എന്നത് നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങൾ അല്പം നിയന്ത്രിക്കുകയാണ് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മനസമാധാനം ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനായി അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അനാവശ്യമായ അഥവാ ചെറിയ കാര്യങ്ങൾക്കുള്ള മനസമാധാനക്കുറവ് അല്ലെങ്കിൽ അത്തരം തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്കതിന് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. രണ്ടാമത്തെ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യം തന്നെയാകുന്നു. അത്തരം ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അത് നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറും. എന്നാൽ നിങ്ങൾ ഈശ്വരാരാധന മുടക്കുവാൻ പാടുള്ളതല്ല. പല രീതിയിലുള്ള തടസ്സങ്ങൾ ഈശ്വരാരാധനയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നിത്യവും നിങ്ങൾ ഈശ്വരാരാധന നടത്തുക. മുടക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ ചില ജീവിതത്തിൽ നഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ചില ദോഷകരമായ ഫലങ്ങളെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് തന്നെ ചില വ്യക്തികളിൽ നിന്നും അസൂയ തോന്നിപ്പിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ അവർ നിങ്ങളുടെ ഉയർച്ചയെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ താഴണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതിനാൽ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം കൂടിയാകുന്നു. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതൊരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഏത് സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പ്രത്യേകമായ കഴിവ് ഉള്ളവരാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പതറാതെ തന്നെ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. അത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കുക. പതറാതെ പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, അവരുടെയെല്ലാം ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ. അത് എപ്പോഴും നിങ്ങൾ പുലർത്തുന്നവരാണ് എന്ന് പറയാം. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും തിരികെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. പലപ്പോഴും തിരിച്ചടികൾ ലഭിച്ചു എന്ന് വരാം. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം. അത്ഭുതകരമായ ചില മാറ്റങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ വിദ്യയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേർന്നു എന്ന് വരാം. പല ആഗ്രഹങ്ങളും പൂവണിയുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദൈവാധീനം അഥവാ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ലക്ഷ്യത്തിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ചില അവസരങ്ങളിൽ പരാജയങ്ങൾ രുചിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ വിജയിക്കും വരെ നിങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. പാതി വഴിയിൽ പിന്തിരിയാൻ പാടുള്ളതല്ല.
പ്രസന്നമായ മുഖം നിങ്ങൾക്ക് വന്നു ചേരും. കാരുണ്യം നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതാകുന്നു. ചില സമയങ്ങളിൽ ഉയർച്ച മന്ദഗതിയിലായിരിക്കും. ആ സമയങ്ങളിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന പല ക്ലേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.